ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിക്സ് വോയിസ് ന്യൂ യൂട്യൂബ് വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് നമ്മുടെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലുള്ള ആകാശപാതയുടെ ഇനോഗ്രേഷനാണ്. ഇന്ന് സെപ്റ്റംബർ 27 2024. ഞാൻ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് 5 മണിയാണ്. പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായി. ഇപ്പം 5:45 സമയം. ഞാനപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ താല്പര്യമുള്ളത് കാണാം. പിന്നെ എൻ്റെ സർക്കസിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാം. നിങ്ങൾക്കൊരു ഫുൾ സർക്കസ് കണ്ട പ്രതീതിയാണ് അപ്പോളോ സർക്കസ് 2024 തൃശ്ശൂരിൽ ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് നടന്നത്. അപ്പോൾ നമുക്ക് സ്കൈ വാക്ക് വേ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ ഞാൻ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ എത്തി. അപ്പോൾ ആദ്യത്തെ തന്നെ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ എൻ്റെ മീശ ശരിയായിരുന്നില്ല. അപ്പോൾ ഞാൻ സെറ്റാക്കിയതാണ്. അപ്പോൾ ഇതാണ് തൃശ്ശൂർക്കാരുടെ സ്വന്തം ആകാശപാത. അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് വീണ്ടും കയറാൻ പോകുന്നത്. പിന്നെ ലിഫ്റ്റ് ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. കണ്ടില്ലേ, ലിഫ്റ്റ് ഇപ്പോൾ മുകളിലേക്ക് താഴേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആകാശപാതനെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരണത്. അപ്പോൾ ഉദ്ഘാടന ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് നോക്കി. ആകാശപാതയുടെ സമർപ്പണം എന്ന് പറഞ്ഞിട്ടാണ് അവരെ ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചായയും പിന്നെ എന്തോ സ്നാക്സും അവൈലബിൾ ആയിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ആ ഭാഗത്തൊന്ന് ആ വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ ഞാൻ പോയതൊരു 6:15-6:30 സമയം കാരണം കൊണ്ട് ചായയും കടിയൊക്കെ കഴിഞ്ഞു എന്നാണ് കേട്ടത്. ഈ ആകാശപാതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ റൗണ്ട് പോലെ റൗണ്ട് ഷേപ്പാണ് ഈ ഒരു സ്കൈ വാക്കിനുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലത്തെ ഏറ്റവും നീളം കൂടിയ സ്കൈ വാക്കും കൂടിയാണ് ഈ ഒരു AC സ്കൈ വാക്ക് തൃശ്ശൂരിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നടന്ന് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റെപ്പ് കയറിയിട്ടാണ് കയറുന്നത്. കാരണം ലിഫ്റ്റ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. പക്ഷെ ഞാനിങ്ങനെ നോക്കുമ്പോൾ കുറേ പേര് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വ്യൂ നോക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഓരോ ഭാഗത്ത്. ഇപ്പോൾ ആ ഭാഗത്ത് കാണാവുന്നതാണ് ജോയ്സ് പാലസ് ഹോട്ടൽ. അങ്ങനെ 2-3 ഹോട്ടൽ ആ ഭാഗത്ത് കാണാം. അപ്പോൾ 2023 ഓഗസ്റ്റിൽ ഇത് ഓൾറെഡി ഓപ്പൺ ആയിരുന്നതാണ്. പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഇത് ക്ലോസ്ഡ് ആയി. കാരണം വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കാണാം താഴെ കുറച്ച് കമ്പി ഗ്രില്ല് പോലെ ചെയ്തേക്കണത്. അത് ആദ്യം ഈ ഗ്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ശക്തൻ ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു സൈൻ ബോർഡാണ് നിങ്ങൾ കണ്ടത്. ഇതുപോലെ നിങ്ങൾക്ക് കുറേ സൈൻ ബോർഡ്സ്, കുറേ അല്ല, ഇവിടേക്ക് ഇങ്ങനെ കാണാം. ഇങ്ങനെ ചുമരിൽ തുപ്പരുത്. അതുപോലെ ഓരോരോ എക്സിറ്റിന്റെ ഭാഗത്ത് മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ് എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ സുരക്ഷത ഇപ്പോൾ സേഫ്റ്റി ആയിട്ടുണ്ട്. കാരണം സെക്യൂരിറ്റി ക്യാമറ, CCTV ക്യാമറാസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു വാക്ക് വേ. 278 മീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പുത്തമ്പള്ളിയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നല്ല രസമാണ് ഈ ഗ്ലാസ് ഡോറിനുള്ളിൽ കൂടെ പുറത്തേക്ക് കാണുമ്പോൾ. പ്രത്യേകിച്ച് ഈവനിങ് ടൈമാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സൈൻ ബോർഡ്സ് കണ്ടില്ല. ഇപ്പോൾ ഫിഷ് മാർക്കറ്റിലേക്ക് പോകാനുള്ള വഴിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഫിഷ് മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ്, എക്സിബിഷൻ എക്സിറ്റ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് കാണിക്കും. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റിയതാണ്. പിന്നെ യൂസ് ഡസ്റ്റ്ബിൻസ്. അതുപോലെ തന്നെ ഈ ഒരു സൈൻ ബോർഡ് എനിക്ക് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തതാണ്. ഡു നോട്ട് ലിങ്കർ ഇൻ ദ വാക്ക് വേ. അതായത് കുറേ നേരം ആവശ്യമില്ലാണ്ട് നിൽക്കരുത് എന്നാണ്. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് ആ ഒരു ഇതിന്റെ മീനിങ്. പിന്നെ പുക വലിക്കരുത്. ഓഫ് കോഴ്സ് നമ്മളൊരു പബ്ലിക് ഏരിയയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ എക്സിബിഷൻ ഗ്രൗണ്ടിലേക്ക് എക്സിറ്റ് ആണ്. എടപ്പള്ളി ലുലുമാൾ മെട്രോന്റെ അവിടെ നിന്ന് നോക്കുന്ന ഒരു വ്യൂ ആണ് എനിക്ക് തൃശ്ശൂരിൽ ചെറിയൊരു മിനി എടപ്പള്ളി വ്യൂ എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അപ്പോളോ സർക്കസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.